ഹായ് അസ്സാം വലൈക്കും വെൽക്കം ടു ഷാക്സ് ഗാലി. ഇന്ന് വീട്ടിൽ പോയിട്ട് വളരെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ ഉണ്ടാക്കാനാണ് പ്ലാന്. കാന്താരി ഫിഷ് തവ ഫ്രൈ. പേര് പറയുമ്പോൾ വളരെ വലിയൊരു സാധനമാണെന്ന് വിചാരിക്കേണ്ട. വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഐറ്റമാണ്. പേരിൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമ്മൾ ചുവന്ന കാന്താരി, അതുപോലെ സ്മോൾ ഒനിയൻ, ജിഞ്ചർ, ഇത് മൂന്നും കൂടി നല്ലൊരു പേസ്റ്റാക്കി എടുത്തിട്ട് ഫിഷിൽ കോക്കനട്ട് മിൽക്ക് ചേർത്തിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് അതൊരു തവയിലിട്ടിട്ട് നമ്മളൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്ത് തവാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ നല്ലൊരു ടെക്സ്ചറാണ്, നല്ലൊരു ഡെലീഷ്യസ് ആയിട്ടുള്ളൊരു ഫിഷ് ഫ്രൈ ആണ്. അപ്പോൾ പൊറോട്ട അതുപോലെ ഗീ റൈസ് അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെയധികം ഒരു നല്ലൊരു കോമ്പിനേഷനാണ്. സോ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് വാച്ച് ചെയ്യുക, എന്നിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, എല്ലാവരും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ്സ് വരും. ഇൻഷാ അല്ലാ. ഓക്കെ, അസ്സലാമു അലൈക്കും. ഇൻട്രോയിൽ പറഞ്ഞ പോലെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള സ്മോൾ ഒനിയൻ, കാന്താരി, ജിഞ്ചർ ഇതെല്ലാം കൂടി നല്ല രീതിയിൽ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഫിഷ് ക്യൂബായിട്ട് കട്ട് ചെയ്തത് എടുത്തിട്ടുണ്ട്. കോക്കനട്ട് മിൽക്ക്, പിന്നെ ഒരു ഹാഫ് പീസ് ലെമണിൻ്റെ ജ്യൂസ് ഞാൻ ഇതിലേക്ക് നമ്മുടെ ഫിഷിലേക്ക് സ്ക്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ബ്ലാക്ക് പെപ്പർ ക്രഷ് ചെയ്തിട്ട് ഇടുന്നുണ്ട്. എന്നിട്ട് ഈ ലെമൺ ജ്യൂസും അതുപോലെ ഈ ബ്ലാക്ക് പെപ്പറും നന്നായിട്ട് നമ്മുടെ ഫിഷിൻ്റെ മീറ്റിലൊക്കെ ഒന്ന് പിടിക്കുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് കുഴച്ച് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ആവശ്യത്തിനുള്ള സോൾട്ടും ആഡ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഫിഷിൽ നന്നായിട്ട് ഈ കുരുമുളകും അതുപോലെ ഉപ്പ് അതുപോലെ നമ്മുടെ ഈ ലെമൺ ജ്യൂസ് എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കാന്താരി, നമ്മുടെ പേസ്റ്റ് ഉണ്ടല്ലോ, ഒനിയൻ, കാന്താരി, ജിഞ്ചർ എല്ലാം ആക്കിയ നല്ല പേസ്റ്റ്, ഫൈൻ പേസ്റ്റ് നമുക്ക് ഫിഷിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് കോക്കനട്ട് മിൽക്ക് ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്ക് ഫിഷിലൊന്ന് നല്ല എല്ലാ മീറ്റിലും പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് നമുക്ക് ഏകദേശം എല്ലാ ഫിഷിലേക്കും നല്ല പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ മസാല പേസ്റ്റ് എല്ലാം നന്നായിട്ട് ഫിഷിലൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഏകദേശം ഒരു 30 to 40 മിനിറ്റ്സ് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഒരു പാൻ എടുത്തിട്ട് സ്വല്പം വെളിച്ചെണ്ണ തൂകിയിട്ട് നമുക്ക് നമ്മുടെ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച ഫിഷ് അതിലേക്ക് മാറ്റിയെടുത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ആ മസാല എല്ലാം നമുക്ക് ഈ പാനിലേക്ക് നമുക്ക് പോർ ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് നമുക്ക് ഈ ഫിഷിനെ ശരിക്കും ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ ആ മസാലയിൽ നമ്മൾ ഇതിനെ വറ്റിച്ചെടുത്തിട്ടാണ് നമ്മൾ ഈ ഗ്രില്ല് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ഫിഷ് എല്ലാം മസാലയിൽ നന്നായിട്ട് ഇമ്മേഴ്സ് ആയിട്ടുണ്ട്. ഏകദേശം നന്നായിട്ട് മസാല എല്ലാം വറ്റി വന്നിട്ടുണ്ട്.
നമ്മുടെ കാന്താരി തവ ഫിഷ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഡിഷിലേക്ക് മാറ്റിയെടുക്കാം. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് ഫ്രൈ ആണിത്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ഉണ്ടാക്കി ഒന്ന് കഴിച്ചു നോക്കുക. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ ഒന്ന് ഇടുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് അവരോടും തന്നെ ഈ ഐറ്റം ഒന്ന് വളരെ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റമാണ്. ശരിക്കും റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു ഐറ്റമാണ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഈ റെസിപ്പി. അപ്പം നിങ്ങളൊക്കെ അവരോടൊന്ന് ഷെയർ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ പ്രത്യേകം പറയണം. ഓക്കെ, ബൈ.